ഹലോ. അപ്പോളേ ഇന്ന് രാവിലെ എണീറ്റ് ആദ്യം തന്നെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പുറത്തോട്ടിറങ്ങിയേ. ഇന്ന് അച്ഛയ്ക്ക് വർക്കുള്ള ദിവസമായിരുന്നേ. അപ്പോൾ ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു രാവിലെ എണീറ്റ് അച്ഛനോട് കുറച്ച് പരിപാടിക്ക് കൂടിയിട്ടേ ബാക്കി പരിപാടിക്ക് ചെയ്യാവുള്ളൂ പറഞ്ഞായിരുന്നു. അപ്പോൾ രാവിലെ പടുതയൊക്കെ ഇടാനായിട്ട് സഹായിച്ചു. ഇപ്പോൾ മിക്ക ദിവസം ഇവിടെ മഴയുണ്ടേ. അപ്പോൾ മഴയുള്ളതുകൊണ്ട് സെറ്റ് നനഞ്ഞു പോകുമല്ലോ. അത് നനയാതിരിക്കാനായിട്ട് പടുതയൊക്കെ കെട്ടി വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ കെട്ടാൻ സഹായിച്ചിട്ട് ഞാൻ അതൊക്കെ കുറച്ച് കൂടിയിട്ട് പെരയ്ക്കകത്തേക്ക് പോയി. പെരയ്ക്കകത്ത് ചെന്നപ്പോൾ നോക്കിയപ്പം വിളക്ക് കത്തിച്ചിരിക്കുന്നു. അവിടെ കുറച്ച് നേരം സ്റ്റക്കായിട്ട് നിന്നു. എൻ്റെ അമ്മ അത്യാവശ്യം ഭക്തയാണേ. അമ്മ രാവിലെ വിളക്കെന്നും കത്തിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ പല്ല് തേക്കാനായിട്ട് പോയി. അപ്പോൾ നമ്മുടെ കുഞ്ഞാവയുടെ കരച്ചിൽ കേൾക്കാം കേട്ടോ. അവൻ ബഹളക്കാരനാണ്, വഴക്കാളിയാണ്. അമ്മ പിന്നെ താരാട്ടൊക്കെ പാടിക്കൊടുത്ത് കുറേ ടൈം പുറത്തൂടെയൊക്കെ കൊണ്ട് നടന്ന് അവനൊന്ന് ഉറക്കിയെടുക്കുന്നത്. അപ്പോഴത്തേക്കും അച്ഛൻ പാലും കൊണ്ട് വന്നേ. പിന്നെ അത് മേടിച്ച് ഞാൻ അമ്മയോട്ട് ചായ ഇടാനായിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ കാപ്പിക്കുള്ള പരിപാടി നോക്കിയേ. രാവിലെ കാപ്പിക്ക് ചപ്പാത്തി ആയിരുന്നേ. അത് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചേ. അപ്പോൾ അമ്മ ചായ ഇട്ട് തന്നായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ചപ്പാത്തിക്കുള്ള കറിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ചപ്പാത്തി കറി അങ്ങ് വെച്ചു. കറി വെച്ചിട്ട് ഞാൻ ചപ്പാത്തിക്ക് പരത്താനൊക്കെ പോയത്. ആ സമയത്ത് അമ്മ ഉച്ചയ്ക്കത്തെ കറിക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അവളില്ലാത്തതുകൊണ്ട് ഞാൻ മുറ്റമൊക്കെ തൂക്കാനായിട്ട് ഇറങ്ങണം മുറ്റത്തേക്ക്. ഇല്ലെങ്കിൽ അവൾ ആ മുറ്റമൊക്കെ തൂക്കുന്നത്. അതുകൊണ്ട് ഞാൻ കറിയൊക്കെ വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയായിരുന്നേ. ഓ ഗായ്സ്, ഞങ്ങളെ കണ്ടോ? ഞങ്ങളെ കിടക്കുന്ന കണ്ടോ? ഞങ്ങൾക്ക് ഈടെ ഉണ്ടായ പൂച്ചക്കുഞ്ഞാണേ. ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ തള്ളപ്പൂച്ച അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ അങ്ങ് എടുത്തതാണ്. അല്ലെങ്കിൽ അതൊക്കെ ചെല്ലുമ്പോൾ കടിക്കാനൊക്കെ തുടങ്ങും. അതുകൊണ്ടിപ്പം അതില്ലാഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. ആര്യ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആര്യയായിരുന്നു മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങുന്നത്. ആര്യയും കുഞ്ഞിനും ഇവിടെ ഈ സമയത്ത് മുറ്റം തൂക്കാനായിട്ട് എന്നും ഇറങ്ങുന്നത്. ആര്യയെന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയാണേ. ചേച്ചിയെന്ന് ഞാൻ വിളിക്കാറില്ല, ആര്യയെന്ന് തന്നെ വിളിക്കാറ്. അവർ രണ്ടുപേരും അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയേക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങുന്നത്. ഇല്ലെങ്കിൽ അവളായിരുന്നു മുറ്റത്തെ പരിപാടിയൊക്കെ നോക്കുന്നത്. അലക്കും കാര്യങ്ങളൊക്കെ അവളാണ് രാവിലെ ചെയ്യുന്നത്. ഞാനവൾ പെരയ്ക്കകത്തൊക്കെ പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കയറി വന്ന് പെരയ്ക്കാൻ തൂക്കാനായിട്ട് തുടങ്ങി. പെരയ്ക്കാൻ എന്ത് തൂത്തിട്ട് അതേപോലെ പടിക്കും കിടക്കും. കാരണം ഇന്ന് കുഞ്ഞിനില്ലല്ലോ. കുഞ്ഞിനുണ്ടെങ്കിൽ തൂത്താൽ കുറച്ച് നേരത്തേക്ക് അത് കിടക്കുള്ളൂ. തുടച്ചാലൊക്കെ അവനത് അതിൽ ചവിട്ടി തേച്ച് അവിടെ ഇതുമെല്ലാം ആക്കി വെക്കും. രാവിലെ തുടച്ചാൽ എന്നെ വഴക്കും പറയുന്ന ആളാണ്. വീട്ടിലെ ഏറ്റവും സ്നേഹം അവൻ എന്നോടാണ് കേട്ടോ. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്നെ എന്തെങ്കിലും കണ്ട് അപ്പോൾ അവന് വഴക്ക് പറയണം. അവൻ എന്നോട് ദേഷ്യപ്പെട്ടൊരു സമാധാനം ഇല്ലാത്ത ആളാണ്. എന്നും എന്നോട് ദേഷ്യപ്പെടും. ഞങ്ങൾ തമ്മിൽ കീരി പാമ്പ് പോലെ കണ്ടാൽ പിന്നെ. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഞാൻ അവിടെ ഇല്ലാത്തോട്ട് തുടച്ചങ്ങണ്ട് തുടച്ചിട്ട് അതുപോലെ ഇന്ന് കിടന്നോളും. അവനത് കേൾക്കണ്ട. കേട്ടാൽ എന്നെ അപ്പോൾ വല്ലതും പറയും. രാവിലെ തുടയ്ക്കുന്നതിന് അവൻ എന്നെ കുറ്റം പറയുന്നത്. രാവിലെ തുടച്ചാൽ ഉടനെ പറയും, രാവിലെയാണോ തുടയ്ക്കുന്നത്, എന്തിനാണ് രാവിലെ തുടയ്ക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ പറയുന്ന ആളാണ് എന്നെ കണ്ട. പെട്ടെന്ന് തുടച്ചാൽ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം അങ്ങ് പെട്ടെന്ന് പോയായിരുന്നേ. എന്നിട്ട് പോയി കുറച്ച് പാത്രമൊക്കെ തേക്കാനുണ്ടായിരുന്നു. അതും തേച്ചിട്ട് ഞാൻ പെട്ടെന്ന് കയറി കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഉച്ചത്തേക്കുള്ള ലഞ്ചൊക്കെ ബാഗിലാക്കി പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ മോർണിംഗ് റൂട്ടീൻ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ ബൈ.